ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ലേ, നമ്മൾ ഒരു സബ്ജക്റ്റ് ഓരോ സബ്ജക്റ്റും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കുറേ പ്രവൃത്തികൾ നമ്മൾ പറയുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഐ ഗോ, വി ഗോ, ദേ ഗോ, യു ഗോ, ഷീ ഗോസ്, ഇറ്റ് ഗോസ്, ഹീ ഗോസ് അല്ലേ. നമ്മളിത് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് നിങ്ങൾ എക്സാമ്പിൾ എഴുതിയോ? എഴുതിയിട്ടുണ്ടാവും അല്ലേ. എഴുതി അത് പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിത്ര പോസിറ്റീവ് സെൻറ്റൻസുകളാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറയാറുണ്ട് അല്ലേ, എനിക്കറിയാം എന്ന് നമ്മളങ്ങനെ പറയും, ഐ നോ എന്ന് പറയും. അപ്പം എനിക്ക് അറിയില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് നോ എന്ന് പറയും. ഐ ഡോണ്ട് നോ അല്ലേ, ഐ ഡോണ്ട് നോ, ഡു നോട്ട് നോ. അതിനാണ് ഡു നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഡോണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നോ എന്ന് പറയും. അതുപോലെ ഐ ഗോ ദേർ, ഐ ഡോണ്ട് ഗോ ദേർ. ഞാൻ അവിടെ പോകുന്നു, ഞാൻ അവിടെ പോകുന്നില്ല. അതുപോലെ ദേ കം, അവർ വരുന്നു, ദേ ഡോണ്ട് കം അല്ലേ. ഇങ്ങനെ പറയും. ഇതിനുപയോഗിക്കുന്ന സ്ട്രക്ചർ, സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഡോണ്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് അല്ലേ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്നെ തന്നെ എടുക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് V1 എന്ന് പറയുന്നത് എന്നാ, പ്ലേ അല്ലേ, V1 ആണ്. ഒബ്ജക്റ്റ് ഫുട്ബോൾ, ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. നമ്മൾ നെഗറ്റീവ് പറയുന്നത് ഇപ്പം നമ്മൾ കുറേ ചെയ്യാത്ത കാര്യങ്ങളല്ലേ. ഐ ഡോണ്ട് ഫൈറ്റ് വിത്ത് എനിവൺ, ദേ ഡോണ്ട് ഹെൽപ്പ് അസ്, ഓക്കെ, വി ഡോണ്ട് ഗോ ദേർ അല്ലേ. വി ഡോണ്ട് അല്ല, വി ഡോണ്ട്. അപ്പം 4 സബ്ജക്റ്റുകളാണ് നമ്മൾ ഡോണ്ട് ഉപയോഗിച്ച് പറയുന്നത്. 4 സബ്ജക്റ്റുകളാണ് നമ്മൾ ഡോണ്ട് ഉപയോഗിച്ച് പറയുന്നത്. ഏതൊക്കെയാണ്? ഐ, വി, യു, ദേ. ഈ 4 സബ്ജക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോമാണ് ഡോണ്ട് അല്ലേ, ഡു നോട്ട്. ഓക്കെ, ഐ ഡോണ്ട് ഗോ, വി ഡോണ്ട് ഗോ, ദേ ഡോണ്ട് ഗോ, യു ഡോണ്ട് ഗോ അല്ലേ. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഈറ്റ്, യു ഡോണ്ട് ഈറ്റ്, വി ഡോണ്ട് ഈറ്റ്, ദേ ഡോണ്ട് ഈറ്റ്, അങ്ങനെയാണ് പറയുക അല്ലേ. അപ്പം ഐ, വി, യു, ദേ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡു നോട്ട് എന്ന് ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ ഹീ, ഷീ, ഇറ്റ് എന്താണ് നമ്മൾ ഉപയോഗിക്കുക? അവിടെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് ഹീ, ഷീ, ഇറ്റ് എന്ന് പറയുന്നത്. തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് തിങ്, നമ്മൾ ഒരു മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ചോ ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരു ആനിമലിനെ കുറിച്ചോ പറയുമ്പം അത് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ യെസ് ഓർ യെസ് ആഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൾക്ക് അല്ലെ അവൻ അതറിയാം. എങ്ങനെ പറയും? ഹീ നോ എന്നാണോ പറയുക, ഹീ നോസ് എന്നാണോ പറയുക? KNOW അതിൻ്റെ കൂടെ യെസ് ആഡ് ചെയ്തിട്ട് ഹീ നോസ് എന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ അറിയില്ല എന്നങ്ങനെ പറയും? ഹീ ഡോണ്ട് നോ എന്നാണോ? അവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുന്നത്. ഹീ ഡോണ്ട് നോ നമ്മൾ പറയില്ല, ഷീ ഡോണ്ട് നോ എന്ന് പറയില്ല, ഇറ്റ് ഡോണ്ട് നോ എന്ന് പറയില്ല. അവിടെ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഡസിൻറ്റ് നോ. ഡസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഡസിൻറ്റ്. അത് DOESNT, അതൊരിക്കലും ഡൂസിൻ്റ് ഒന്നും വായിക്കരുത്. ഓക്കെ, ഡൂസിൻ്റ് അല്ല, ഡസിൻറ്റ് എന്ന് നമ്മൾ പറയും. അതുപോലെ ഹീ ഡസിൻറ്റ് നോ, ഷീ ഡസിൻറ്റ് കം, ഇറ്റ് ഡസ് നോട്ട് പ്ലേ, ഓക്കെ, ഡസിൻറ്റ് പ്ലേ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഡസിൻറ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. മനസ്സിലായല്ലോ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റിന് ശേഷം നമ്മൾ ഡസിൻറ്റ് ചേർക്കുന്നു, പിന്നെ V1 പ്ലേ, ഷീ ഡസിൻറ്റ് പ്ലേ ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളിന്ന് പറഞ്ഞ് പരിശീലിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം ഒരു 20-25 സെൻറ്റൻസുകൾ, നെഗറ്റീവ് സെൻറ്റൻസുകൾ ഷീ, ഹീ, ഇറ്റ് ചേർത്തിട്ടും അതുപോലെ ഐ, യു, വി, ദേ ഉപയോഗിച്ചും എഴുതുക. അത് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ. നല്ലോണം പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.